ഹായ് ഹലോ എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. എന്താണ് സന്തോഷം? ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുക എന്നുള്ളതല്ല, അതിനപ്പുറം നമുക്കുള്ളതെല്ലാം ആസ്വദിക്കുക എന്നുള്ളതാണ്. സ്നേഹത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കഥയാണ്. മെർലിനും ജോ എന്ന് പറഞ്ഞ രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു. മെർലിൻ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള, എപ്പോഴും നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള എല്ലാത്തിനോടും ഒരു നെഗറ്റീവായ രീതിയിലായിരിക്കും പുള്ളിക്കാരി അതിനെ കാണുന്നത്. അതേസമയം ജോ എന്ന് പറയുന്നത് എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മെർലിൻ എന്ന് പറയുന്നത്, മെർലിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒരു അൽഷിമേഴ്സ് ഉള്ള അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അങ്ങനെ ഒരു ദിവസം ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. മെർലിൻ തൻ്റെ അമ്മേനെ കാണാൻ വരികയും എന്തൊക്കെയോ മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അന്ന് അവിടെ ജോയും ഉണ്ടായിരുന്നു, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനുള്ള കാര്യത്തിന്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ മെഡിസിൻ വാങ്ങിക്കുന്ന കാര്യത്തിനായിട്ട് ഫാർമസിയിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മെർലിൻ മെഡിസിൻ വാങ്ങിക്കുന്ന എന്തോ പേയ്മെൻറ്റ് നടത്തുന്ന കാര്യത്തിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടായിട്ട് അവരുമായിട്ട് ഒരു തർക്കവും കാര്യങ്ങളും ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് കണ്ടു നിന്ന ജോ വന്നിട്ട് പറഞ്ഞു, എന്താ പ്രശ്നം എന്ന് മെർലിനോട് ചോദിക്കും. നീ അവിടെ പോയിരിക്കും, ഞാൻ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞ് ജോ അവരോട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ സ്പീഡാക്കി ഇവർക്ക് മെഡിസിൻ കിട്ടുകയും ചെയ്തു. അപ്പം അപ്പോഴും മെർലിൻ അവിടെ പരാതി പറയാണ്, അവർക്ക് എന്താ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാൻ, ഇത്ര നേരം ഞാൻ ഇതല്ലേ പറഞ്ഞേ, നീ പറഞ്ഞപ്പം അവർക്ക് പെട്ടെന്ന് എടുത്തു തരാൻ പറ്റിയല്ലോ എന്താന്നുള്ളത്. അപ്പം അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ച് അവരവരുടെ വീടുകളിൽ പോവുകയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരും വീടുകളിൽ എത്തുമ്പോൾ ഇവർ രണ്ടുപേരും മെഡിസിൻ മാറിപ്പോയതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ജോ മെർലിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പം ജോ മെർലിൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ തന്നെ മനസ്സിലായി, മെർലിൻ്റെ വീടെന്ന് പറയുന്നത് ഒരു ഓർഡറായിട്ടൊന്നുമല്ല, കുറച്ച് മെസ്സി ആയിട്ട് കിടക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അപ്പം ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത് എന്നുള്ള രീതിയിൽ ജോ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തു. അങ്ങനെ മെർലിനെ കാണുകയും മെഡിസിൻ കൊടുക്കുകയും അവർ സംസാരിക്കുകയും ചെയ്തു. അപ്പം മെർലിനോട് ജോ ചോദിക്കുകയാണ്, എന്താ നീ ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് ലൈഫ് കൊണ്ടുപോകുന്നത്, കുറച്ചും കൂടെ ഓർഡറായിട്ട് നിനക്ക് കാര്യങ്ങൾ കൊണ്ടുപോകൂടെ എന്ന് ചോദിക്കുമ്പോൾ മെർലിൻ്റെ പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ പറയുന്നത്, നിനക്ക് എന്താ കുഴപ്പം, ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, എനിക്ക് അമ്മയ്ക്ക് കുഴപ്പവും പ്രശ്നങ്ങളുണ്ട്, എനിക്കൊരു 100 കൂട്ടം പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പം എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ എക്സ്ക്യൂസസ് പറയും. അപ്പം മെർലിനോട് ജോ പറയാണ്, നിനക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാമോ, എനിക്ക് ക്യാൻസർ ആയിട്ടൊരു 100 ദിവസം കൂടാണ് പറയണത്, അപ്പം അതിനുള്ളിൽ എനിക്ക് ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടതായിട്ടുണ്ട്, അപ്പം എനിക്ക് കിട്ടുന്ന ഓരോ നിമിഷവും ഞാൻ എൻജോയ് ചെയ്യുകയാണ്, സന്തോഷിക്കുകയാണ്, അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് അനുസരിക്കണം, ഇന്ന് മുതൽ നിനക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നീ സന്തോഷവതിയായിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്ത് പോകണമെന്ന് പറയുകയും ചെയ്യുക. അപ്പം ഇത് കേട്ട മെർലിൻ പെട്ടെന്ന് അന്താളിച്ച് പോവുകയും ചെയ്തു. കാരണം ഇത്രയും സന്തോഷവതിയായിട്ട് നടക്കുന്ന അവരുടെ ഉള്ളിൽ ഇത്രയും സങ്കടം ഉണ്ടെന്ന് ഒരിക്കലും അവർ അറിഞ്ഞില്ല. പക്ഷെ അവരുടെ കാര്യങ്ങളൊക്കെ അവർ നീറ്റായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. സന്തോഷിക്കാൻ നമുക്ക് എന്താ പറയുക, പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ സന്തോഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ഓരോ കാരണങ്ങൾ കണ്ടെത്തുക ചെയ്യേണ്ടത്. നമ്മൾ കേട്ടിട്ടില്ലേ, പുളിയും കയ്പും ഒക്കെ നിറഞ്ഞ ലൈഫാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ആ പുളിയിലും കയ്പിലും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് അത് നാരങ്ങ വെള്ളമാക്കി കുടിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൈഫിൽ പല പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരും, പക്ഷെ അതൊന്നും നമ്മൾ സന്തോഷിക്കാൻ ഇടവരാതെ ആക്കരുത്. കാരണം നമ്മൾ സന്തോഷിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പം നമുക്ക് തന്നെ കാണാൻ പറ്റും, നമ്മുടെ കൺമുൻപിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം. അതായത് എല്ലാ രീതിയിലുള്ള ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കാം, അതായത് അവർക്ക് എല്ലാ കാര്യങ്ങളും സെറ്റായിരിക്കും, പക്ഷെ സന്തോഷമില്ല. അതേസമയം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചിലപ്പോൾ വലിയ ഫിനാൻഷ്യലി സ്റ്റേബിൾ ഒന്നും ആയിരിക്കില്ല, കുഞ്ഞു വീടും, അവർക്ക് ഒത്തിരി സൗകര്യങ്ങളൊന്നുമില്ല, പക്ഷെ അവർ ഭയങ്കര എന്താ പറയുക, അവരുടെ ആ ലൈഫിൽ അവർ ഒതുങ്ങിക്കീടി ജീവിക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി ഉള്ളവരായിരിക്കും. നമുക്ക് ഉള്ള കാര്യങ്ങളെ അതായത് ദൈവം നമുക്ക് തന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അതിന് നമ്മൾ എന്താ പറയുക, അതിൽ നമ്മൾ സന്തോഷിക്കുക, കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കുക. അപ്പം അതുപോലെ എൻ്റെ മനസ്സിൽ വരുന്ന വേറൊരു കഥയാണ്. ഒരിടത്ത് ഒരു ധനികനായ മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഒഴിവ് സമയം ആസ്വാദകരമാകാൻ വേണ്ടിയിട്ട് ഒരു ദ്വീപിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പുള്ളി രാവിലെ എണ്ണിക്കുന്ന സമയത്ത് രാവിലെ കാണുന്നൊരു കാഴ്ചയാണ്, ഒരു കൊച്ചു മനുഷ്യൻ വന്നിട്ട് തൻ്റെ ചൂണ്ടയായിട്ട് എന്നും ഓരോ മീനെ പിടിക്കും. ആ ഓരോ മീനെ പിടിച്ചതിന് ശേഷം പുള്ളി വീട്ടിലോട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ 2-3 ദിവസം കണ്ടുകൊണ്ടിരുന്ന ഈ ധനികനായ മനുഷ്യന് മനസ്സിലൊരു ക്യൂരിയോസിറ്റി തോന്നി, എന്തായിരിക്കും ഈ പുള്ളിക്കാരൻ ഒരു മീൻ മാത്രം പിടിക്കുന്നത്, അതായത് സമയം 1-2 മീനുകൾ പിടിക്കാത്ത എന്തുകൊണ്ടായിരിക്കും ഇയാളെന്ന് കാണുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഈ പ്രവൃത്തി തന്നെ കണ്ടു വന്നു. അങ്ങനെ ഒരു ദിവസം ഈ ധനികനായ മനുഷ്യൻ ഈ കുഞ്ഞ് മീൻ പിടിക്കുന്ന മനുഷ്യൻ്റെ അടുത്തോട്ട് ചെല്ലുകയും അയാളോട് ചോദിക്കുകയും ചെയ്യും, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നും ഒരു മീൻ തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്? അപ്പം ഈ കുഞ്ഞ് ചൂണ്ടയിടുന്ന മനുഷ്യൻ പറഞ്ഞു, എൻ്റെ വീട്ടിലോട്ട് എനിക്ക് ഒരു മീനിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഒരു ദിവസമുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാനൊരു മീൻ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം ഈ ധനികനായ മനുഷ്യൻ അയാളോട് ചോദിക്കുകയാണ്,
നിങ്ങൾക്ക് 2 മീൻ പിടിക്കുവാണെങ്കിൽ ഒരു മീൻ നിങ്ങൾക്ക് വിൽക്കുകയും ഒരു മീൻ നിങ്ങളുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ എന്ന് ചോദിച്ചു. കുഞ്ഞു മനുഷ്യൻ ഈ ധനികനായ മനുഷ്യനോട് ചോദിക്കുന്നു, എന്നിട്ടോ എന്ന്. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നു, അങ്ങനെ നിനക്ക് കൂടുതൽ മീനുകളെ വിൽക്കുകയും അതിലൂടെ കിട്ടുന്ന പൈസ കൊണ്ട് നിനക്കൊരു ബോട്ട് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പം നിനക്ക് കൂടുതൽ മത്സ്യങ്ങളെ കിട്ടുകയും അതുവഴി നിനക്ക് വലിയ ബിസിനസ്സിലോട്ട് കിടക്കുകയും നിനക്ക് അതുവഴി വലിയ നേട്ടങ്ങൾ എത്തുകയും ചെയ്യും. അപ്പം ഈ കുഞ്ഞു മനുഷ്യൻ പിന്നെ ഈ ധനികനായ മനുഷ്യനോട് ചോദിക്കും, എന്നിട്ടോ? ധനികനായ മനുഷ്യൻ പറയുകയാണ്, അപ്പോൾ നിനക്ക് ഒരുപാട് സാമ്പത്തികം ഉണ്ടാവുകയും നിനക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കുകയും നിന്റെ ഫാമിലിയായിട്ട് നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുകയും ചെയ്യുന്നു. അപ്പം ഈ കുഞ്ഞു മനുഷ്യൻ ഈ ധനികനായ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന അതേ സന്തോഷം ഈ മത്സ്യത്തെ പിടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ അത് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഓരോ മനുഷ്യൻ്റെ സന്തോഷം ഓരോ രീതിയിലാണ് അല്ലേ. നമുക്ക് ഒരു മനുഷ്യൻ്റെ സന്തോഷം ഏത് രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കില്ല. ചിലവർക്ക് വീട് വാങ്ങിക്കുന്നതിലായിരിക്കും, ചിലവർക്ക് വലിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നതിലായിരിക്കും, ചിലവർക്ക് ഇന്ന് കിട്ടിയ ഭക്ഷണം കിട്ടിയതിലായിരിക്കും, ചിലവർക്ക് കയറി കിടക്കാൻ ഒരു കൂര ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷം പലതരത്തിലാണ്. ഇപ്പോൾ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പപ്പയും അമ്മയും അവിടെ വാതിക്കൽ നമ്മളെ നോക്കി നിൽക്കുന്നു. അപ്പം അതൊരു സന്തോഷം. നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം. നമുക്ക് മാസാമാസം ജോലി ചെയ്തിട്ടോ ഏത് വിധേനയോ കിട്ടുന്ന സാലറി അത് നമുക്ക് സന്തോഷിക്കാനുള്ളൊരു വഴിയാണ്. അതേസമയം നമ്മുടെ വീട് ഇളക്കി മറിച്ച് വെക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷേ അത് കുഞ്ഞുങ്ങളില്ലാത്ത മാതാപിതാക്കൾക്ക് അവരുടെ സ്വപ്നമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കുറവുകളുള്ള അല്ലെങ്കിൽ ഇന്ന സൗകര്യങ്ങളില്ല എന്ന് പറയുന്ന നമ്മുടെ വീടെന്ന് പറയുന്നത് ഒരു കൂര, തല ചായ്ക്കാൻ ഒരു കൂര ഇല്ലാത്ത ആൾക്കാരുടെ സ്വപ്നമായിരിക്കും. അപ്പം ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്തത്, നമ്മൾ എന്താ പറയുക, ഇന്ന ഭക്ഷണമേ ഉള്ളൂ, അതും അവരുടെ സ്വപ്നമായിരിക്കും. നല്ല രീതിയിൽ വയറ് നിറച്ചിട്ട് കിടക്കുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്വപ്നമായിരിക്കും. നമ്മൾ പരാതി പറഞ്ഞ് എന്നും ചെയ്യുന്ന ജോലി തിരക്കാണ്, റെസ്റ്റ് എടുക്കാൻ സമയമില്ല എന്ന് പറയുന്ന ആ ഒരു ജോലി ഇല്ലാത്തവൻ്റെ സ്വപ്നമായിരിക്കും അല്ലേ. നമ്മളെ നിരന്തരം ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ശല്യമായിട്ട് ചിലപ്പോൾ തോന്നിയാലും അത് മാതാപിതാക്കൾ ഇല്ലാത്തവർക്ക് ഒരു സ്വപ്നമായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് നമ്മുടെ ലൈഫ് നമ്മൾ ഒരു ആഗ്രഹിക്കുന്ന രീതിയിലല്ല പോകുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ പറയണേ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഡെസ്പായി പോവാതെ സന്തോഷിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് നമുക്ക് കിട്ടുന്ന ഒരു ലെസണാണ്, ഒരു പാഠമാണ്. അതിലൂടെ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ചില സമയത്ത് നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ലൈഫിനെ നമ്മുടെ ആ ഫ്ലോ അനുസരിച്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ആണ് ഞാൻ എൻ്റെ നഴ്സിങ്ങിൻ്റെ രജിസ്ട്രേഷൻ ചെയ്തത്. അപ്പോൾ കുഞ്ഞിന് 3.5 മാസമേ ഉള്ളൂ. ആ ടൈമിൽ അപ്പം ഞാൻ ബാംഗ്ലൂരാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ബാംഗ്ലൂരോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് സ്ഥലത്താണോ പഠിക്കണേ അവിടുത്തെ രജിസ്ട്രേഷൻ നമുക്ക് ആദ്യം ആ സ്റ്റേറ്റിലെ രജിസ്ട്രേഷൻ നമുക്ക് ചെയ്താലോ നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലോട്ട് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു റൂളുണ്ട്. അപ്പം ഞാൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ കുഞ്ഞായിട്ട് പോയതുകൊണ്ട് തൽക്കാലം മമ്മിക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു റൂം എടുത്തിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അകത്തോട്ട് ആരെയും കയറ്റി വിടത്തില്ല. അപ്പം ഞങ്ങൾ അന്ന് വൈകിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അന്ന് വൈകിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 മണി 5:15 ആ ഒരു ടൈമിലാണ് നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം 4:30 ആയിട്ടും അവിടെ എൻ്റെ മുൻപിൽ ഒരു 10-15 പേരെങ്കിലും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇന്നിപ്പം നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, ഇന്നിങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ നാളെ പോവാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഇപ്പോൾ കുഞ്ഞിന് അടുത്ത പാല് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ബ്രസ്റ്റ് ഇങ്ങനെ ലീക്കായി പോകുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് മനസ്സിലാവുന്നത് ഞാനിങ്ങനെ അത് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം അവിടെ ഫ്രണ്ടിലിരുന്ന് ഒരു മാം വിളിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ മാം, അല്ല ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 3.5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്, എൻ്റെ ബ്രസ്റ്റ് ലീക്ക് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. പാപ്പു എന്ന് അവർ കന്നഡയിൽ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളോട് അവർക്ക് ഭയങ്കര ഒരു സ്നേഹമാണ്. അത് നമ്മുടെ നാട്ടിൽ അത്രയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് അവരെന്നെ വിളിച്ചിട്ട് അവരെനിക്ക് രജിസ്ട്രേഷൻ പെട്ടെന്ന് ചെയ്ത് വിട്ടിട്ട് വേഗം പോയി പാപ്പുവിന് പാല് കൊടുത്തോ എന്നിങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കും, ആ സമയത്ത് ഞാൻ അവിടെ ഫ്രണ്ടിൽ പോയിട്ട് എനിക്ക് ഇതുപോലെ പ്രശ്നങ്ങളാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആ കിട്ടിയ കെയർ അവിടെ കിട്ടില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിപ്പോയി അല്ലേ. 2 വിധേനെ നമുക്ക് ആ ഒരു കാര്യങ്ങൾ സാധിച്ചെടുക്കാമെന്ന് ഞാൻ പറയും. എനിക്കൊന്ന് ഫ്രണ്ടിൽ പോയി പറയാം, എനിക്ക് ഇതുപോലെ കുഞ്ഞുണ്ട്, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അപ്പം നിങ്ങൾ എനിക്ക് എത്ര പെട്ടെന്ന് ഇവിടെ നടത്തി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഹാർഷ് മുഖം എനിക്ക് കാണേണ്ടി വന്നേനെ. അതേസമയം ഞാനത് കുറച്ച് ഓക്കെ ഇത് മതി, അങ്ങനെ മതി എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് ഇതാക്കിയപ്പോഴത്തേക്കും എന്താ പറയുക, ഒരു മാലാഖയുടെ രൂപത്തിൽ എനിക്ക് അവിടെ ഒരാൾ വന്നെന്ന് ഞാൻ പറയാം. അപ്പം ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് സന്തോഷം കിട്ടും.
മറ്റ് പലര് വഴി നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുമ്പോൾ അത് ഒരു ഒരു പ്രത്യേക സുഖം തന്നെയാണെന്ന് പറയാം. നമ്മൾ സന്തോഷമായിട്ട് ഇരുന്നാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തന്നെയായിരിക്കും. നമ്മളെ സന്തോഷവാന്മാരാക്കി വെക്കുന്നതിന് ഏറ്റവും പ്രാധാന്യം വരുന്ന ഒരു ഹാപ്പി ഹോർമോൺസ് എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട്. 4 ഹോർമോൺ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻ, സെറോട്ടോണിൻ. സന്തോഷം എന്ന് പറഞ്ഞുണ്ടല്ലോ, ഒരു മോട്ടിവേഷണൽ വീഡിയോസും കണ്ടാൽ നമുക്കുണ്ടാവുന്ന ഒരു കാര്യമല്ല. കുറച്ചൊക്കെ നമ്മളെ സഹായിക്കും എന്നുള്ളതല്ലാതെ ആ ലൈഫിൽ ഫുള്ള് നമ്മളെ ഒരിക്കലും കൊണ്ടുപോകത്തില്ല. ആരെത്ര പറഞ്ഞാലും അതിൽ ഞാൻ സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണമെങ്കിൽ ആ പറയുന്ന ആൾ എന്നോട് എത്ര പറഞ്ഞാലും ഞാൻ തന്നെ വിചാരിക്കണം, അല്ലേ? ഒരിക്കലും ആർക്ക് സന്തോഷം കൊണ്ടു കൊടുക്കാൻ പറ്റില്ല. ഈ പറഞ്ഞിട്ടില്ലേ, പണത്തിന് സന്തോഷം കൊണ്ടുതരാൻ പറ്റില്ല. ഒരു പരിധി വരെ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ കാര്യങ്ങൾ. പക്ഷേ ഒരു സംതൃപ്തി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കിട്ടണമെങ്കിൽ അതിന് നമ്മൾ തന്നെ പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് ആയിട്ടിരിക്കാൻ പറ്റൂ. പിന്നെ ലൈഫിൽ പ്രതിസന്ധികൾ വന്നും പോയിരിക്കും. നമ്മുടെ സമയവും നമ്മുടെ പ്രായം പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ അത് ആർക്കും മറ്റുള്ളവർക്ക് ദ്രോഹമാകുന്ന വിധത്തിലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലും ആവാതിരിക്കുക. അപ്പം നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.